വിഷു തലേന്ന് അട ഉണ്ടാക്കാത്തവരുണ്ടാവോ? ഉണ്ടാവില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങ് തെക്കൻ കേരളത്തിലോട്ട് അങ്ങനത്തെ ഒരു ആചാരമില്ല. എന്നാൽ ഞങ്ങൾ പാലക്കാടൊക്കെ വിഷു തലേന്ന് എന്തായാലും അട ഉണ്ടാക്കും എല്ലാ വീടുകളിലും. വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷം അട ഉണ്ടാക്കിയും പടക്കം പൊട്ടിച്ചുമാണ് ഞങ്ങളുടെ വിഷു തുടങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായി ഞങ്ങളിവിടെ കൊല്ലത്തും അടയുണ്ടാക്കി, അതും പ്ലാച്ചിൻ്റെ ഇലയിൽ. ഈ പ്ലാച്ചിൻ്റെ ഇല എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ പലർക്കും അറിയില്ലായിരുന്നു. നമ്മൾ ഇതിലാണ് അട ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് അത് ഈ ഇലയിൽ പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ചിരകിയതും പിന്നെ ശർക്കര ചുരണ്ടിയതും ഇടുക. എന്നിട്ട് മടക്കി ഒരു ഈർക്കിൽ കുത്തി വെച്ചിട്ട് ആവിയിൽ വേവിച്ചാൽ മതി. ഒരു സിമ്പിൾ പരിപാടി. ഇതേപോലെ പല രീതിയിലും പലരും ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം സെയിം തന്നെ. അയ്യോടാ, അമ്മ ഇച്ചിരി കടിക്കുന്നോളാ. ഒരുപാട് കടി കടിച്ചല്ലേ സുന്ദരിമണി. ദേവിന്റെ അടുത്തോണ്ട് വരുവാ. ചേച്ചി ഫോണ് മാറ്റുക. അയ്യോടാ, അപ്പൂപ്പനോട് അപ്പൂപ്പനെന്തേ? അയ്യോ, അങ്ങനെ എല്ലാവരുടെയും വിഷു കളറാവട്ടെ. ഹാപ്പി വിഷു. ബൈ.